ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണെന്ന് അറിയുന്നു. അനുമതിക്കുള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയിരുന്നു. ഇക്കാര്യമാണ് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ പരിശോധിക്കുന്നത്. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. യഥാർത്ഥത്തിൽ ആരോടും ചോദിക്കാതെയാണ് ഈ ബാറിൻ്റെ സമയം 12 മണിയിലേക്ക് നീണ്ടത് എന്നുള്ള വാർത്തകൾ വരുന്നത്. അത് ഇത്തിരി അലോസരപ്പെടുന്ന കാര്യം തന്നെയാണ്. SKN വളരെ കൃത്യമായ മുന്നൊരുക്കം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടത്തിയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തന്നെയാണ് ഈ പുറത്തുവന്ന ഈ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട കാര്യം പരിശോധിക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്നത്. നേരത്തെ മുതൽ തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണം എന്ന ആവശ്യം ബാർ ഉടമകളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നതാണ്. പക്ഷേ സർക്കാരാവട്ടെ ആ കാര്യത്തിൽ ഒരു തിടുക്കപ്പെട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. അതിനു പകരം ആ തീരുമാനത്തിലേക്ക് എത്തും വിധമുള്ള ചില നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ നടപടികളുടെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയത് എന്ന് ന്യായീകരിക്കാൻ സർക്കാർ വഴിയൊരുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത് മന്ത്രിസഭാ യോഗത്തിലോ മുന്നണിയിലോ ചർച്ച ചെയ്തില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അത് എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മാത്രമാണ്. ആ ചട്ടത്തിൽ ചില ഭേദഗതികൾ വരുത്തുക മാത്രമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ പോകേണ്ടതില്ല എന്ന് പറയുന്നു. പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് കഴിഞ്ഞ സർക്കാരിൻ്റെ കുറേ നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ അത് മനസ്സിലാവുന്ന കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 2025 ജനുവരിയിൽ പുറത്തിറക്കിയ ഒരു വിജ്ഞാപനമാണ്. അത് സംസ്ഥാനത്തെ ടൂറിസം മേഖലകളുടെ എണ്ണം അതുവരെ ഉണ്ടായിരുന്ന 14 എന്നതിൽ നിന്ന് 98 ഉയർത്തുകയാണ് സർക്കാർ ചെയ്തത്. അതായത് ഈ ടൂറിസം മേഖലകളിൽ രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ മദ്യം വിളമ്പാം, അത് വിനോദസഞ്ചാര വികസനത്തിന് സഹായകമാണ് എന്ന നിലയിലൊരു തീരുമാനമെടുക്കുകയും അങ്ങനെ ഈ വിനോദസഞ്ചാര മേഖലകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു സർക്കാർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിനോദസഞ്ചാര മേഖലകളിലെ ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെ ആക്കിയപ്പോൾ മറ്റു ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ 11 മുതൽ രാത്രി 11 എന്ന നിലയിൽ തന്നെ തുടർന്നു. അത് ഒരു വിഭാഗം ബാർ ഉടമകളിൽ അസംതൃപ്തി ഉണ്ടാക്കി. കാരണം ഈ വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബാറുകൾക്കാണ് ഇതിലൂടെ അമിത ലാഭം കൊയ്യാൻ അവസരമൊരുക്കുന്നത് എന്ന കാര്യം ഒരു വിഭാഗം ബാർ ഉടമകൾക്ക് ആ പരാതി ഉണ്ടായിരുന്നു. അത് നിലനിൽക്കെ തന്നെ, അതായത് ഇത്രയധികം ഈ ടൂറിസം മേഖല എണ്ണം വർദ്ധിപ്പിച്ചു, ഈ 98 ഉയർത്തിയപ്പോഴും ചില പ്രശ്നങ്ങൾ ബാർ ഉടമകളെ സംബന്ധിച്ച് നിലനിന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടൂറിസം മേഖല എന്ന് സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ചില പ്രദേശങ്ങൾ, അത് റോഡിൻ്റെ തന്നെ 2 വശങ്ങളിൽ 2 തരത്തിലായിരിക്കും. റോഡിൻ്റെ ഒരു വശത്ത് ടൂറിസം മേഖലയും മറുവശത്ത് ടൂറിസം മേഖല അല്ലാത്ത കേന്ദ്രവുമായിരിക്കും. അപ്പോൾ റോഡിൻ്റെ ഒരു വശത്തുള്ള ബാർ രാവിലെ 10 മണിക്ക് തുറക്കുന്നു, രാത്രി 12 മണിക്ക് അടയ്ക്കുന്നു. മറുവശത്തെ ബാറാകട്ടെ അത് വിനോദസഞ്ചാര മേഖലയിൽ പെടാത്തതുകൊണ്ട് രാവിലെ 11 മണിക്ക് തുറക്കുന്നു, രാത്രി 11 മണിക്ക് അടയ്ക്കേണ്ടി വരുന്നു. ഇത് ഈ മദ്യം കുടിക്കാൻ വരുന്നവരും ഈ വിനോദസഞ്ചാര മേഖലയിൽ അല്ലാത്ത ബാറിലെ ജീവനക്കാരുമായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾക്കും തർക്കങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കിയിരുന്നതാണ്. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാനാണ്, അത് ഏകീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പ്രവർത്തന സമയം കൂട്ടിയത് എന്ന് സർക്കാർ വാദിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതിന് ചില ടെസ്റ്റ് ഡോസുകൾ സർക്കാർ നോക്കിയിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ 2 പുതുവർഷങ്ങളിലായി സർക്കാർ ഈ അധിക സമയം ബാറുകൾക്ക് രാത്രി 12 മണിവരെ പ്രവർത്തിക്കാം എന്ന നിലയിലുള്ള തീരുമാനമെടുത്തിരുന്നത്. അത് ഈ വരാൻ പോകുന്ന ഈ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാൻ പോകുന്നതിൻ്റെ ഒരു പരിശോധന എന്ന നിലയിൽ നമുക്കതിനെ കാണാവുന്നതാണ്. ഏതായാലും ഈ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ ആസൂത്രണം അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാർ വരുമ്പോൾ 29 ബാറുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അനുമതി ഇതുവരെ നൽകിയിരിക്കുന്നത് 131 ബാറുകൾക്കാണ് എന്ന കാര്യം കൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.